കഴിച്ചോടാ. പാപ്പിയാണ് സാറേ, അപ്പൻഡിക്സ് പാപ്പി. ആ ചായക്കട അടുത്ത വളവിൽ വെച്ചിട്ടേ ഇവനൊരു പെണ്ണിന്റെ മാല പൊട്ടിച്ചു സാറേ. പിടിച്ചുപറിക്കാർ സ്റ്റേഷനിൽ കൊടുന്ന് ചക്ക തീറ്റിക്കലാണോ ഇവിടുത്തെ രീതി? അതല്ല സാറേ, ഈ പാപ്പി കട്ട സാധനം നാട്ടുകാര് പിടിക്കുമെന്ന് ഉറപ്പായാൽ ആ തൊണ്ടി ഈ തെണ്ടി വിഴുകും. അങ്ങനെയല്ലേ ഇവൻ അപ്പൻഡിക്സ് പാപ്പി എന്ന് പേര് വീണത്. തൊണ്ടി ഇല്ലാത്തത് കൊണ്ട് FIR എഴുതാനും കേസ് എടുക്കാനും പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇവനെ കുരുവോടെ ചക്ക തീറ്റിക്കും. എന്നിട്ട് ആ വയറ് നന്നായി ഒന്ന് ഇളക്കും. വയറിളകി നാളെ ഇവൻ വെളിക്കിറങ്ങുമ്പോൾ ഞാൻ ഈ ലെൻസ് വെച്ച് ചിക്കിയും മന്തിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. പാപ്പിയുടെ അപ്പീൽ നിന്നും ഇതുവരെ കേരള പോലീസ് ഒരു തുണ്ടിയും കണ്ടുപിടിച്ചിട്ടില്ലേ? അയ്യോ, ഇമാതിരി തീട്ട കേസല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ ഈ നാട്ടില്. ചെമ്പ് 4 എടുക്കുമ്പോ അങ്ങോട്ട് സൂക്ഷിക്കുക. വാർപ്പ് 2, ചട്ടുകം 3, കുണ്ടി 1. ശിവ ശിവ, കിണ്ടി പൂപ്പാലികയില്ല, കുണ്ടലില്ല. ഭഗവാന്റെ പാത്രങ്ങളാ സൂക്ഷിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമസ്കാരം. ഇതെന്തോ ഈ നേരത്ത് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന? അക്കരക്കാവില് വിശേഷാണേ, അങ്ങോട്ട് കൊണ്ടുപോവുക. വലിയ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പേരേ ഉള്ളൂ. അമ്പലത്തിലൊന്നും ഇപ്പൊ ആർക്കും ശ്രദ്ധയില്ലാണ്ടായിരിക്കണു. കൊള്ളാലോ. ഉത്സവം കഴിഞ്ഞിട്ട് പ്രസാദം സ്റ്റേഷനിലെത്തിക്കാം. സാറിനെ ദൈവം അനുഗ്രഹിക്കും. വരണം മിസ്റ്റർ ഇൻസ്പെക്ടർ. സാറിനെ കാണാനാ ഈ വർക്കിയും വന്നിരിക്കുന്നത്. മാറി മാറി. ഇവരൊക്കെ എന്താ ഇവിടെ? ഇന്നലെ ദൈവസഹായം പാത്രക്കടയിൽ കള്ളം കയറി സാർ. പിന്നെ ഇത്ര ആൾക്കൂട്ടോ ഒരു കംപ്ലൈന്റ് എഴുതി മേടിച്ചിട്ട് എല്ലാത്തിനും പറഞ്ഞു. അല്ല സാറേ, ഇവര് പറയുന്നത് സംശയിക്കാതെ ചോദിക്കുമില്ലേ? കള്ളന്മാർക്ക് ചൂട്ട് കത്തിക്കലാണ് ഇപ്പോഴത്തെ പോലീസ് ഏമാന്മാരുടെ പണി. എന്താ സാർ ആ മോഷണത്തിന് കൂട്ടു നിന്നതെന്ന്? ഇന്നലെ വാസുവും പിള്ളേരും പാത്രക്കട വെളുപ്പിക്കുമ്പോ സാർ അവിടെ ചെന്നതും അവന്മാർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തതും എല്ലാം ഈ ബീഹാറി ബാബു കണ്ടതാ അല്ലടാ? ഹാജി തും ചോർ ഹോ. തും ചോർ ഹോ. ദൈവം അനുഗ്രഹിക്കും. സാറിനെ ദൈവം അനുഗ്രഹിക്കും. അവന്മാരിപ്പോ എവിടെയുണ്ട്? ആ കുറുക്കമ്മലയുടെ താഴത്തെ കപ്പത്തോട്ടത്തിലോ ആൽത്തറയിലോ കാണും. പാപ്പി ഇവിടെ ബോറടിക്കുക. പെട്ടെന്ന് പൊക്കിക്കൊണ്ട് വാ സാറേ. വരുമ്പോ കണ്ടോ?
ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് കിട്ടാതെ നിനക്കൊന്നും പറ്റത്തില്ല അല്ലേ? പോലീസല്ലേ? കഷ്ടം. അവക്ക് ഭ്രാന്താണ് സാറേ. സാറ് തക്ക ചമറ്റാ വന്നത്. ഇടിച്ചവന്റെ കണ്ടതാണ് ഇറക്കി വർക്കിച്ച സിംഹത്തിന്റെ താടിയിലൊരച്ച നിങ്ങളെ വീടി കത്തിച്ച അടുത്ത നിങ്ങൾക്ക് സാംജി ഞാൻ വന്നെന്ന് പറയാം. ഞാൻ ശരിക്കും തപ്പിയിട്ട് നോക്കിയാലോ? വാദ്യഘോഷാദികൾ കൊണ്ടുവാ. അവൻ എൻ്റെ പിള്ളേരെ തല്ലിയല്ലേ? പിള്ളാച്ചക്കനോട് പറ, കുമാരൻ കണിയനെ കണ്ട് ജാതക ദോഷം തീർക്കാൻ എന്തെങ്കിലും ചെയ്യാൻ. നാളത്തെ സൂര്യോദയം അതിനുള്ളിൽ എൻ്റെ പിള്ളേര് പുറത്തിറങ്ങിയില്ലെങ്കിൽ തീർക്കും ഞാൻ. പിന്നെ അവനെ ആ സ്റ്റേഷൻ ഉൾപ്പെടെ കത്തിക്കും പച്ചക്ക്. ബാപ്പ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ കസേരയിലൊന്ന് ഇരുന്ന് നോക്കായിരുന്നടോ. ദാവൂദേ, അനക്കൊട്ടും പാകല്ലല്ലോടോ ഈ കസേര. അതിപ്പോ പുതിയത് പണിയാൻ കൊടുത്തിട്ടുണ്ട്. ആ 4 കസേര മാത്രല്ല, പുതിയ സ്റ്റേഷന്റെ പണി ഉടനെ തുടങ്ങും. മൊത്തം പ്രശ്നക്കാരൻ ക്രിമിനൽസ് ഒക്കെ ആണല്ലോ. എല്ലാം ഒന്ന് ഒതുക്കി വരുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ 25 ലക്ഷത്തിന്റെ ഒരു കേസ് ഞാനൊന്ന് ഒതുക്കി തീർത്തിട്ട് വരുന്ന വഴിയാ. നല്ല തന്നെ. ഉസ്താദേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ ഡാഡി, ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. പോട്ടെ, ഈ സ്വയം ഒരു കോമാളി ആവാണ്ടിരിക്കുക, അത്രേ പറയുന്നുള്ളൂ. ആ വീടും നാടും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ സാർ, ദാവൂദാണ്. ആ ദാവൂദ്, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? സാർ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ചതിയോ? വാട്ട് യു മീൻ? ഈ പട്ടിക്കാട്ടിലേക്ക് എന്തിനാണ് സാർ എന്നെ അയച്ചത്? ഞാൻ അയച്ചോ? ഡോ, അന്നേ ഞാൻ മര്യാദയ്ക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞതാ. അപ്പൊ താനാണ് ചലഞ്ചസ് ഫേസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് കെട്ടിയൊരുങ്ങി പോയത്. തെറ്റെന്റെ തന്നെയാണ്. പക്ഷെ എനിക്കിവിടെ പറ്റുന്നില്ല സാർ. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സാർ. എനിക്ക് ട്രാൻസ്ഫർ. ട്രാൻസ്ഫറോ? ഇടോ, താൻ എന്താ ഓർത്ത് വെച്ചിരിക്കുന്നത്? ഇടോ, പ്രൊഫഷൻ കഴിയാതെ തനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. കഷ്ടമാണ് സാർ, എന്നൊന്ന് സഹായിക്കും. ഇവിടത്തെ കാര്യം നോക്കൂന്നേ, ചായ കുടിക്ക്. ഇതെന്തിന്റെ കേടാ? ഇടോ, ഐ ആം ഹെൽപ്ലെസ്.
അല്ലെങ്കിൽ പിന്നെ താനൊരു കാര്യം ചെയ്യും, അവിടെ ഏതെങ്കിലും ഒരു വലിയ കേസ് തെളിയിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പ്രൊമോഷനോ ട്രാൻസ്ഫറോ നോക്കാം. എന്തെടുത്തിട്ട് തെളിയിക്കാനാ സാർ? ഇവിടെ ആ കുട്ടിയുള്ളത് 2-3 കോഴിക്കള്ളന്മാരാ. എന്നാ പിന്നെ താൻ പോയി എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കുക, എന്നിട്ട് വാ. സ്വയം ഒരു കോമാളി ആവാണ്ടിരിക്കുക, അത്രേ പറയുന്നു. ആ വീടും നാടും എല്ലാം അവിടെ തന്നെ ഇട്ട്. ഇടോ പ്രൊഫഷൻ പീരീഡ് കഴിയാതെ തനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. അവിടെ ഏതെങ്കിലും ഒരു വലിയ കേസ് തെളിയിക്കും. ആശാനെ പഡോസ്കി ആയിട്ടാ മോൻജോസ്കി. അമ്മേച്ചിട്ടാറ് സാറേ തീറ്റിക്കാൻ കൊണ്ടുപോയതാ. സാറ് ചോദിച്ചാ പറ്റി നിന്റെ മുട്ട എന്റെ മുട്ടില്ല മിണുങ്ങടാ. എന്നാ മുട്ട വീണുങ്ങല്ലേ? ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കാൻ. അതെ മുട്ട ഉണ്ടാക്കി കൊടുക്കും. മക്കളെ വെള്ളം. വാസുവേട്ടാ, എന്റെ അച്ഛൻ പോലും എത്ര സ്നേഹത്തിൽ എന്നെ വിളിച്ചിട്ടില്ലടാ. എന്ത് വാസുവേട്ടാ? ഇനിയും എത്ര നാളാ വാസുവേട്ടാ നിങ്ങൾ ഈ ആടിനെയും കോഴീനെയൊക്കെ കട്ട് വെറും സാധാരണ കള്ളന്മാരെ പോലെ കഴിയാൻ പോകുന്നു? വിവരമുള്ളവർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ 10 പേര് അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല. പക്ഷെ ചാകുമ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. അത് അണ്ണൻ ചാകുമ്പോ ഞങ്ങൾ എല്ലാവരും വിളിച്ച് അറിയിച്ചാ പോരെ? അങ്ങനെയൊക്കെയല്ലേ നാട്ടു നടപ്പ്. അല്ല ആശാന് വിശ്വാസമില്ലെങ്കിൽ വേണ്ടാട്ടാ. അല്ല അത് നിങ്ങൾ തന്നെ അറിയിച്ചാൽ മതി. ആശാൻ നമ്മളെ വിശ്വാസോടാ. സാറ് പറഞ്ഞു വരുന്നത് കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ നിങ്ങൾ 3 പേരുടെയും കളർ ഫോട്ടോസ്. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ കള്ളന്മാർ എന്ന് തലക്കെട്ടിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കി. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന അനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ആ നിലയിലേക്കുള്ള ദൂരം അടുത്താവും. എന്താ വാസുട്ട, ഒന്നിച്ചല്ലേ നീ അങ്ങോട്ട്? സാറ് പറ സാറേ, ഇനി കളമാരണോ പോലീസിന് കാവലായി? ആ വാസുട്ട, ഇവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപ നിങ്ങൾ മോഷ്ടിക്കുന്നു. തകര വാങ്ങിന്ന് 25 ലക്ഷം രൂപ സാധാരണ പ്രാന്താണ്. 25 ലക്ഷം രൂപ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം ഉണ്ടെന്ന് ഞാൻ. ആ പണത്തിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അതവിടെ നിന്ന് മോഷ്ടിക്കേണ്ടത് നിങ്ങളുടെ മിടുക്ക്. അല്ല ഞങ്ങൾ ഇത്ര വലിയ കള്ളന്മാരാക്കിയിട്ട് സാറിനെന്താ ഗുണം? പുണ്യം കിട്ടും. 10 ലക്ഷം പുണ്യം. 25-ൽ ബാക്കി 15 ലക്ഷം പുണ്യം നിങ്ങൾക്ക്. എന്താ വാസോട്ടാ, അതുപോലെ ഒരു ഗുണമായിട്ട്. പരിപാടി കഴിഞ്ഞ് കുറുക്കമ്മലയിലെ ഗോഡനിൽ വെച്ച് നമ്മൾ കാണുന്നു. ബാക്കിയുള്ള പുണ്യം പാപമൊക്കെ അവിടെ വെച്ച് തീർക്കാം. എപ്പോൾ എവിടെ എങ്ങനെയെന്നൊക്കെ ഞാൻ വഴി അറിയിക്കാം. സാറേ നമ്മളോട് ഇത്ര സ്നേഹം കൊണ്ടെന്ന് നമ്മ അറിഞ്ഞില്ലല്ലോ വാസുണ്ണ. ഒടുക്കത്തെ സ്നേഹം, നമ്മളെ മുടിക്കാനുള്ള സ്നേഹം. എടാ മക്കളെ, അവന്റെ വിചാരം അവന്റെ തലയിൽ മാത്രമേ കിഡ്നി ഉള്ളൂ.
കാണിച്ചു കൊടുക്കാം നമ്മളാരാണ്. കിഡ്നി തലയാണ് അല്ലേ? Why? X is waiting. Let's go. Welcome, Mr. Z. So, mission GCB International Bank is a go. ഈ കണ്ടിരിക്കുന്ന സ്ഥലം ഗ്രാമീണ സഹകരണ ബാങ്ക്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? അല്ല, ആശാൻ എഴുതാൻ മാത്രമല്ല പറക്കറിയാമ്പോഴൊന്നും മനസ്സിലായി. അത് തന്നെയല്ലേ മംഗലാപുരം സിറ്റി സെന്ററിലെ GCB ഇന്റർനാഷണൽ ബാങ്ക്. പൊളിറ്റീഷ്യൻസിന്റെയും ഗാങ്സ്റ്റേഴ്സിന്റെയും പ്രൈസ്ലെസ് പൊസിഷൻസ് ഈ ലോക്കറിലാണ്. ഒരൊറ്റ ചാൻസ് നമുക്കുള്ളത്. ഹെൻസ് there is no margin for error. നിങ്ങൾ കാര്യം പറ ആശാന, കുറെ നേരം ബീഡിയും കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തം പ്ലാനിന്റെ ഒരു ഫൈനൽ ബ്രീഫിംഗ്. Hey you, you're in a no mobile phone zone. Switch it off. It's my girlfriend, dude. Don't use mobile phone. നാളെയാണ് ദിവസം, ഇന്നെങ്കിലും ഒന്ന് പറയാം എന്താ ചെയ്യാൻ പോണേന്ന്. 3-6 പണികളാണ് നമുക്ക്. ഫസ്റ്റ് വൺ, ഹോസ്റ്റേജ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ബാങ്കിലെ ഡേറ്റാസ് കംപ്ലീറ്റ് ആയി ക്രാഷ് ചെയ്യണം. ഒന്ന് സെക്യൂരിറ്റി ധാരാസിംഗ്, 2 അവിടുത്തെ ലോക്കർ. സെക്കൻഡ്, എക്സിക്യൂഷൻ. ക്യാഷും സ്ട്രോങ് റൂം അസറ്റ്സും കൈക്കലാക്കുന്ന ഭാഗം. പിന്നെ കാശ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ കാലമാണ് ദാവൂദ് പപ്പരാജരാ. അപ്പൊ ആ ബാങ്ക് മാനേജറാ? അത് കുഴപ്പമില്ല, അതേതെങ്കിലും ഒരു പുളുന്നായിരിക്കും. That day morning, Mangalore Goa highway ട്രാഫിക് സിഗ്നൽസ് നീ ക്രാഷ് ചെയ്യണം. Done. പണി കിട്ടിയെന്ന് ദാവൂദിന് പൊളി. അവൻ നമ്മളെ പൊക്കാം. ആ സമയത്ത് സ്കൂട്ടാവാൻ നോക്കി അവൻ്റെ വായി പോയിപ്പെട്ടു. And the final one is escape. രാത്രി വെളുത്തിട്ട് നമുക്ക് മംഗലാപുരം പിടിക്കാം. മംഗലാപുരം അതാ ബെസ്റ്റ്. അവിടെ ഒന്ന് പോലീസ് കളിക്കാൻ അവനെ കൊണ്ട് പറ്റില്ലല്ലോ. നമ്മൾ സുൽത്താന്മാരെ പോലെ അവിടെ ചെയ്യും. പിറ്റേന്ന് കേരളത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കേരള ബോർഡറിനപ്പുറം കൊല്ലനഹള്ളി, നമ്മുടെ ഫസ്റ്റ് ഹോൾട്ട്. അപ്പൊ നമ്മളെ പൊക്കിയാലോ? നമ്മളെ പൊക്കിയാലോ? അവൻ പൊക്കാൻ വരട്ടടാ, അവന് മറുപടി നമ്മൾ പണി. ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാത്ത കൊല്ലനഹള്ളി എന്ന ടിച്ച് ഹോൾ. ബൈ എനി ചാൻസ് നമ്മൾ പിടിക്കപ്പെട്ട അവൻ പഠിപ്പിച്ചെന്നിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തത്. നമ്മളങ്ങ് വിളിച്ചു പറയും, ബാങ്കിന്റെ ഡേറ്റാസ് നമ്മൾ കംപ്ലീറ്റ് ആയി ക്രാഷ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ എഫേർട്സ് ഒന്നും വേസ്റ്റ് ആവില്ല. കൊല്ലനഹള്ളിയിൽ സേഫ് ആയിരിക്കും. നാളെ നമ്മൾ പണി തുടങ്ങും. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുമോറോ. Master plan, the brilliant plan. We stop now, down till we hit it as planned. Master plan, the brilliant plan. We stop now, down till we hit it as planned. ആശാനം അതിലിടിഞ്ഞ് വീഴുവോ? പിന്നെ ഗേറ്റ് കൂടെ വരല്ലേ? ആ ഗേറ്റ് അടിച്ചേരാ. അപ്പൊ തിരിച്ചു പോണ്ടേ? ആശാന ഇവിടെ ഗേറ്റില്ലേ? ഇവനെ കൊണ്ടൊരു കഞ്ചല
ചറ്റോട് അടിച്ചിട്ടില്ല അച്ഛനെ. രാജാസിംഗ് പാട്ട പുസ്തകമായല്ല. ഇത് റേഷൻ കട പോലെ ഉണ്ടല്ലോ. On the floor, everyone! Get down, 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 down! Excuse me, ladies and gentlemen! We are here for a bank robbery! Cooperate with us or die, mother... What are you looking at? Did you hear us? No, sir. Come on, please, sir. Move! Where's the locker? Sir, please, sir. Over the locker, sir. Fingerprint, sir. I can't do anything about it, sir. Zed, I'll do that. Go! ഹായ് ശക്തിമാൻ. ഹിപ്പോപ്പൊട്ടാമസ്. ചുറ്റും അവനക്കില്ലേ പറ്റി. സാറേ 50 രൂപക്ക് ചില്ലറാമോ? 10 ആയാലും മതി. 10 ആയാലും User ID. It's 4G. 678. കബഡി 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 കബഡി. ശക്തിമാൻ ജയിച്ചു. എന്നെ കൊല്ലല്ലേ ശക്തിമാൻ.